ഹലോ, ഡെയിലി ഡിഷ് 992-ൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ ദേവീക്ഷേത്രങ്ങളിലെ സംഗീതോത്സവങ്ങൾ, നവരാത്രി പൂജകൾ, വിദ്യാരംഭം തുടങ്ങിയ പരിപാടികളൊക്കെ നടക്കുന്ന സമയമാട്ടോ നവരാത്രി. ദേവിയുടെ വിവിധ ഭാഗങ്ങളെ ആരാധിച്ചും വിദ്യയും കലകളും ഉപാസിച്ചും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇത്തവണ 9 ദിവസമല്ല 11 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണുള്ളത്. വീടുകളിൽ പുതിയ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുന്നു, തെരുവുകളും അലങ്കരിക്കുന്നു കേട്ടോ ലൈറ്റുകൾ കൊണ്ട്. ദേവിയെ ആരാധിക്കാൻ ഭക്തർ വ്രതം എടുക്കുന്ന സമയമാണിത്. ആദ്യത്തെ 3 ദിവസം ശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയും അടുത്ത 3 ദിവസം ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയും അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിയുമാണ് ആരാധിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ എല്ലാ വീടുകളിലും പൂജകളും ഒക്കെ ആഘോഷങ്ങളും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ കേരളത്തിൽ പ്രധാനമായും ദേവീക്ഷേത്രങ്ങളിലാണ് ആരാധനകളും മറ്റു പൂജകളും നടത്തുന്നത്. അങ്ങനെ നമ്മൾ കണ്ണൂരാണ് കേട്ടോ പോയിരിക്കുന്നത്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടി ദൂരെ കുറച്ച് മാറി വെച്ചിട്ട് നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നല്ല തിരക്കായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു, വാഹനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കുറേ ലൈറ്റ്സൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് മഴ പെയ്തു കേട്ടോ. നമ്മൾ സൈഡിലേക്ക് മാറി നിന്നിട്ടുണ്ട്. നല്ല മഴയായിരുന്നു ആ സമയം പെയ്തത്. പക്ഷെ മഴ പെയ്തിട്ട് പെട്ടെന്ന് മാറിട്ടോ. അങ്ങനെ നമ്മൾ മഴ തുറന്നപ്പോൾ നമ്മൾ ഇറങ്ങി. കാതിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ കമ്മൽ, ചെറിയ വിലയ്ക്ക് ഒരുപാടുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണിത് കേട്ടോ. നമ്മൾ നേരത്തെ അപ്പുറത്തെ വശത്തൂടെയാണ് വന്നത്. വരുമ്പോൾ ഇപ്പുറത്തെ വശത്തൂടെ പോകും. എല്ലാ സ്ഥലങ്ങളിലും ഗാനമേളയുണ്ട്, പിന്നെ നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ലൈറ്റുകൾ കൊണ്ട് നല്ല വൃത്തിക്കാണ് കൃഷ്ണനെയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നടന്ന് കാണാൻ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്ക് കാരണം അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ കണ്ണൂർ നഗരങ്ങളിലൊക്കെ ഇങ്ങനെ ലൈറ്റ്സൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈഡിലൊക്കെ കുറേ ലൈറ്റ്സൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് കേട്ടോ. ക്ഷേത്രത്തിൽ അപ്പുറത്തൂടെ വരാം, ഇപ്പുറത്തെ കൂടെയും പോവാം, അങ്ങനെയൊക്കെയാണ് വഴി. ഇതാണ് പ്രധാനമായ കവാടം.
അപ്പം നമ്മൾ വേറൊരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പാട്ടുകളൊക്കെ കേട്ടിട്ട് നമ്മൾ വേറെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് താളിക്കാവ് ക്ഷേത്രം. അങ്ങനെ നമ്മൾ 2-3 പാട്ടൊക്കെ കേട്ടിട്ട് നമ്മളിവിടെ ബിഗ് ബസാറിൽ വന്നിട്ടുണ്ട്. ഇവിടെ വില കുറച്ച് സാധനം കിട്ടും. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ മിഠായികളാണ് കേട്ടോ. നൊസ്റ്റാൾജിയ വരുത്തുന്ന മിഠായികളാണ്. ഈ മിഠായികളൊക്കെ കഴിച്ചവരുണ്ടോ കഴിക്കാത്തവരുണ്ടോ എന്ന് കമൻറ്റിൽ പറയണേ. നാരങ്ങ മിഠായി ഉണ്ട്, പുളിമിഠായി ഉണ്ട്, ലൊട്ട എന്ന് പറഞ്ഞ മിഠായി ഉണ്ട്,
അങ്ങനെ ഒരുപാട് തരത്തിൽ മിഠായികളുണ്ട് കേട്ടോ. നാരങ്ങ മിഠായിയാണ് മെയിൻ. കുറേ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ വിലക്കുറവിൽ. പിന്നെ പാൻസ്, ബനിയൻ, ടീഷർട്ട്, പുസ്തകങ്ങൾ, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലവർ വേസ്, ഫ്ലവേഴ്സ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഭംഗിയുള്ള പൂവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കണ്ട് കേട്ടോ, പക്ഷെ മേടിച്ചില്ല. ഇതെല്ലാം കണ്ടിങ്ങനെ നടന്നു. പിന്നെയാണ് ഇതിൽ കണ്ണുടക്കിയത്. ഇപ്പോൾ നമ്മളൊരു 140 രൂപയുടെ ഒരു ഭരണി വാങ്ങിയിട്ടുണ്ട്. 100 രൂപയ്ക്കുണ്ട്, 50 രൂപയ്ക്കുണ്ട്, 180 രൂപയ്ക്കുണ്ട്. അങ്ങനെ പല പല റേറ്റിലാണുള്ളത്. ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല വെയിറ്റുള്ള ഭരണികളായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുന്തിരിക്കം പുകയ്ക്കുന്ന സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയ ദീപം ഞങ്ങൾ ആ ഭരണി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഉപയോഗമില്ല എന്ന് കരുതി പിന്നെ അതൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ ചെറിയ ചെറിയ കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി കപ്പുകളായിരുന്നു. 50 രൂപയ്ക്ക്, 100 രൂപയ്ക്ക്, അങ്ങനെ നല്ല ഗ്ലാസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഡിസൈനുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പൂണ്, പിന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, പെർഫ്യൂം, അത്തറ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ടൊന്നും നമ്മൾ പോയില്ല. ഞങ്ങൾ ഭരണി മാത്രം മേടിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോന്നിട്ടോ. ഇത് നമ്മുടെ അവിടെയുള്ള മുത്തപ്പ ക്ഷേത്രമാണ്, കണ്ണൂരുള്ള. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സീതാപ്പാനി എന്നുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അവിടെ ചിക്കനൊക്കെ ഇങ്ങനെ കറങ്ങി വേവുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ചിക്കൻ കറങ്ങി വേകട്ടെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. ഞങ്ങൾ മേടിച്ചത് ബട്ടർ നാനാണ് കേട്ടോ. ഏട്ടൻ പൊറോട്ട മേടിച്ചു, ഞാൻ ബട്ടർ നാൻ മേടിച്ചു, കൂടെ ചിക്കൻ ചില്ലിയാണ് മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.